ചില ഇൻഇക്വാളിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഡെഫിനറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. സോ എ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എയും ബിയും സെയിം ആണെന്നാണ്. ഗ്രേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെക്കാൾ വലുതാണെന്നും മറ്റൊരാളെക്കാൾ ചെറുതാണെന്നും. ഓക്കെ, ഇയാൾ തിരിച്ചിരുന്നാണല്ലോ ഇയാൾ. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സോ ഇവരെ നമ്മൾ വിളിക്കുന്നവരാണ് സർട്ടൺ സൈൻ. സർട്ടൺ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈനുകൾ വന്നു കഴിഞ്ഞാൽ ഇവരിൽ എന്താണ് അവിടെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വേറെ ടൈപ്പ് ഓഫ് സൈനാണ് അൺസർട്ടൺ സൈൻ. അൺസർട്ടൺ സൈൻസ് എന്ന് വെച്ചാൽ അവിടെ എന്താ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, പിന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. അപ്പോൾ ഇത് വന്നാൽ ഒന്നുകിൽ വലുതാവാം അല്ലെങ്കിൽ ഈക്വൽ ആവും. അപ്പോൾ ഒരു സമയം ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നടക്കും. ഒന്നുകിൽ വലുതായിട്ട് കാണാം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇതും അതാണ് തന്നെ, ഒന്നുകിൽ ചെറുതായിരിക്കാം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഒന്നുകിൽ വലുതാവാം അല്ലെങ്കിൽ ചെറുതാവാം. സോ ഇപ്പം എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എയും ബിയും ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ബിയെ വെച്ച് നോക്കുമ്പോൾ എ എന്തായിരിക്കും, വലുതായിരിക്കും. ഓക്കെ, യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പോഴും നല്ല ചില സമയത്ത് ഇവരെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ പ്രത്യേക ഒരു സമയം പർട്ടിക്കുലർ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. ഇപ്പം ഇത് വെച്ചിട്ട് പറയുവാണെങ്കിൽ എ ലെസ് ദാൻ ബി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി അല്ല. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലാത്തത് എന്താണോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലാത്തത്, അതാണ് എ ലെസ് ദാൻ ബി. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, എ ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു ബി. എ എന്ന് പറയുന്നത് ബിയെ വെച്ച് നോക്കുമ്പോൾ എ എന്നത് ബിയിനേക്കാൾ വലുതുമല്ല ഈക്വലും അല്ല. അപ്പം എ എന്നത് ബിയിനേക്കാൾ വലുതുമല്ല ഈക്വലും അല്ല. എ എന്നത് ബിയിനേക്കാൾ വലുതും അല്ല ഈക്വലും അല്ല. അതെന്താണോ അതാണിത്. അടുത്തത് എ ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ബി അല്ലാത്തത്. അതായത് എ ഈസ് നെയ്തർ സ്മോളർ ദാൻ നോർ ഗ്രേറ്റർ ദാൻ ക്യൂ. ബി, എ എന്നത് ബിയേക്കാൾ വലുതുമല്ല ചെറുതുമല്ല. എ എന്നത് ബിയേക്കാൾ വലുതുമല്ല ചെറുതുമല്ല. അതേതാണ്, എ ഈക്വൽ ടു ബി ആണ്. ഇനി എ ഗ്രേറ്റർ ദാൻ ബി, ഇതാണ് എ ഈസ് നെയ്തർ സ്മോളർ ദാൻ നോർ ഈക്വൽ ടു ക്യൂ. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ബിയേക്കാൾ സ്മോളറും അല്ല, എ എന്നത് ബിയേക്കാൾ സ്മോളറും അല്ല ഈക്വലും അല്ല. എ എന്നത് ബിയേക്കാൾ സ്മോളറും അല്ല ഈക്വലും അല്ല. സോ അതാണ്, എല്ലാം നെയ്തർ ആണ്. നെയ്തർ എന്ന് വെച്ചാൽ രണ്ടും അല്ല. അപ്പം സ്മോളറും അല്ല ഈക്വലും അല്ല. എ ഇതെന്തോന്ന് വെച്ചാൽ എ ഈസ് നോട്ട് സ്മോളർ ദാൻ ബി. സോറി, ബി എ ഈസ് നോട്ട് സ്മോളർ ദാൻ ബി. എ ബിയേക്കാൾ സ്മോളർ അല്ലെങ്കിൽ എ നോട്ട് സ്മോളർ ദാൻ ബി, അതാണിത്. ഇനി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി. എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി എന്ന് വെച്ചാൽ ഒരിക്കലും ഗ്രേറ്റർ ദാൻ ആവത്തില്ല. അപ്പോൾ അതെന്തായിരിക്കും, ലെസ് ദാനോ ഈക്വൽ ടു ആയിരിക്കും. അത് നമുക്ക് തന്നെ ഇവിടെ ഒരിക്കലും ഗ്രേറ്റർ ആവത്തില്ലെന്ന് വെച്ചാൽ ലെസ്സർ ആവത്തില്ലെന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആയിരിക്കും. സോ ഇവിടെ ഇങ്ങനെ എഴുതാം, എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി. അവസാനത്താണ് ഇങ്ങനെ കിട്ടണം, എ വലുതാവാം അല്ലെങ്കിൽ എ ബിയേക്കാൾ വലുതാവാം അല്ലെങ്കിൽ എ ബിയേക്കാൾ ചെറുതാവാം. സോ ഇതിനർത്ഥം എ നോട്ട് ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി എന്നാൽ എയും ബി ഈക്വൽ എന്ന് വെച്ചാൽ ഒന്നുകിൽ എ ബിയേക്കാൾ ചെറുതാകാം അല്ലെങ്കിൽ എയേക്കാൾ വലുതാണ് ബി. ഓക്കെ, ഗ്രേറ്റർ ദാന്, ലെസ് ദാന്, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവർ രണ്ടുപേരിൽ ആര് വന്നാലും ഇവർ രണ്ടുപേരും എയ്ക്കും ഡിക്കും ഇടയ്ക്ക് ഇയാളും ഉണ്ട്. സോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ ഇയാളാണ് കറക്റ്റ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ ഇയാളാണ് മേജറായിട്ട് നിൽക്കുക. ഓക്കെ, സിമിലർലി ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇയാളാണ് മേജർ. അപ്പം ഇവർ രണ്ടുപേരും വന്നാൽ ഇയാളാണ് മേജർ, ഇവർ രണ്ടുപേരും വന്നാൽ ഇയാളാണ് മേജർ. ഇനി ഇവർ മൂന്നുപേരും വന്നാൽ ഈക്വൽ ടു ഒരിക്കലും ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് ഏകദേശം ഇയാളും മാത്രമുള്ള കേസാണ്. അപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളെങ്കിൽ ഇയാളാണ് മേജർ. സിമിലർലി ഇവർ മൂന്നുപേരും വന്നാൽ ഇയാളൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇയാളും മാത്രമുള്ള ഒരു കേസ് തന്നെയാണ്, അതായത് മേലത്തെ കേസ്. സോ ഇയാളാണ് മേജർ. നമുക്ക് ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. സോ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാൺസെറോങ്. ഓക്കെ, കാൺസെറോ. സോ ഇവർ രണ്ടുപേരും വന്നാൽ അത് കാൺസെറോങ് ആണ്. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈനാണ്, ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈനാണ്. സിമിലർലി വീണ്ടും ഉണ്ട് ഓപ്പോസിറ്റ് സൈൻസ്. ഏതാണ്, ഇവരും ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഈക്വൽ ടു അറിയാലോ, ഇവർ ഈക്വൽ ടു ഉൾപ്പെടെ പരസ്പരം കുഴപ്പമൊന്നും ഈക്വൽ ടു ഒരിക്കലും ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈനാണ്, ഇവരും ഓപ്പോസിറ്റ് സൈനാണ്. അവർ വന്നാലും അത് കാൺസെറോങ് ആണ്. ഒരിക്കലും തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എന്തുകൊന്നും പറയാൻ പറ്റില്ല അവർക്കിടയിൽ. ഞാനിപ്പോൾ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി വന്ന ഒരു കൺഫ്യൂഷൻ ആണ്. നമുക്ക് എ ബി സെ
എന്താ എ ബി യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക സമയത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഫോളോ ചെയ്യൂ, അൺസർട്ടണിറ്റി കാരണം ആണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏകദേശം അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മൊത്തം തന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ തന്നിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യാനായിരിക്കും ചെയ്യുന്നത്. പിന്നെ ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഒന്ന് മാത്രം ട്രൂ, അല്ലെങ്കിൽ രണ്ട് മാത്രം ട്രൂ, അല്ലെങ്കിൽ ഇത് ഒന്ന് മാത്രം ട്രൂ, അല്ലെങ്കിൽ രണ്ട് മാത്രം ട്രൂ, അല്ലെങ്കിൽ രണ്ടും ട്രൂ, ഒന്നുകിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ. ഓക്കെ, ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട്, ഇതിനുള്ള ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, നെയ്തർ വൺ നോർ ടു ഇസ് ട്രൂ എന്ന് പറയുമ്പോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. സോ ഇതൊരു ക്വസ്റ്റൻ ആണ്. സോ ഇതിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാനാണ് രണ്ട് കൺക്ലൂഷൻ, ഇതിന്റെ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുക. സോ ഐയും ടിയും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്ന പോലെ ഫസ്റ്റ് ഉള്ള ആളെ കണ്ടുപിടിച്ച് സെക്കൻഡ് ആളിലേക്ക് പോവുക. സോ ഐയെ കണ്ടുപിടിച്ച് ടിയിലോട്ട് പോവുക. സോ ഐ താണ്ടേ ടി താണ്ടേ. കൺക്ലൂഷൻസ് നമുക്ക് ഓൾറെഡി എഴുതും. സോ അത് വെച്ച് നമ്മൾ ഇതിനോട് പിക്കപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഐ ലെസ് ദാൻ ടി എന്നാണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഉള്ള ആളെ കണ്ടുപിടിച്ച് സെക്കൻഡ് ആളിലോട്ട് പോകുക. ഫസ്റ്റ് ഉള്ള ആളായി, സെക്കൻഡ് ഉള്ള ആളാരാ ടി, അയാളോട്ട് പോവുക. സോ പോകുമ്പോൾ ഇയാൾ ഒറ്റ സൈനേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ടി ആയിരിക്കും. അതായത് അയാളുടെ ഭാഗത്ത് വാ തുറന്നിരിക്കും. സോ അയാളുടെ ഭാഗത്ത് വാ തുറന്നിരിക്കണം. പക്ഷേ ഇത് തെറ്റായതുകൊണ്ട് ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഓക്കെ, ഇനി എസ്സിൽ നിന്നും ജിയിലോട്ട് പോവുക. എസ് താണ്ടേ ജിയിലോട്ട് നമ്മൾ പോവുക. സോ എസ്സിൽ ജിയിലോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ഉണ്ടോ, ഓപ്പോസിറ്റ് സൈൻസ് വന്നത് ഇത് കാൺസേ റോങ് ആണ്. ഒരിക്കലും നമുക്ക് ഡെഫിനറ്റ്ലി റോങ് എന്ന് പറയാനായിട്ട്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വൺ ഈസ് ഡെഫിനറ്റ്ലി റോങ്, സെക്കൻഡ് വൺ ഈസ് കാൺസേ റോങ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഒന്ന് ട്രൂ അല്ല, രണ്ടും ട്രൂ എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് രണ്ടോ, ഇത് മൂന്നും അല്ല, ഈ മൂന്ന് കൺക്ലൂഷനും അല്ല. ഇനി ഇതിനുള്ള ഏത് കൺക്ലൂഷൻ, ഇതിൻ്റെ അർത്ഥം ഒന്നുകിൽ വണ്ണ് അല്ലെങ്കിൽ ടു, അതായത് ഒന്നുകിൽ വണ്ണ് ഫോളോ ചെയ്യും അല്ലെങ്കിൽ ടു ഫോളോ ചെയ്യും, അതായത് ഈ ഇക്വേഷൻ. സോ ഈ രണ്ട് ഇക്വേഷനിൽ ഒന്നും ഡെഫിനറ്റ്ലി റോങ് ആണ്, രണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത രീതിക്കുള്ളൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അല്ല. സോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. കൺക്ലൂഷൻ വണ്ണും കൺക്ലൂഷൻ ടൂവും ട്രൂ അല്ല. സോ ഇതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇത് എയ്തർ ഓർ കേസ് എന്ന് പറയുമ്പോൾ എയ്തർ ഓർ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട്, അത് ഫോളോ ചെയ്യുന്ന കേസ് മിക്കപ്പോഴും നമുക്ക് ആ കൺക്ലൂഷൻ പറയുന്ന രണ്ട്, ഇപ്പം എക്സാമ്പിൾ എടുത്താൽ ഇവിടെ കണ്ടോ IT SG ഇപ്പം രണ്ടും SG കുറിച്ചാണ് പറയുന്നത്. സോ കൺക്ലൂഷൻ രണ്ടും സെയിം എലമെന്റ്സ് ആണെങ്കിൽ അതൊന്നാമത്തെ കേസ് എയ്തർ ഓർ ആവാനുള്ള. രണ്ടാമത്തെ കേസ് രണ്ട് കൺക്ലൂഷനും കാൺസർ റോങ് ആയിരിക്കണം. പിന്നെ ബോത്ത് ദ കൺക്ലൂഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്, അതായത് ബോത്ത് കൺക്ലൂഷൻ നമ്മൾ രണ്ട് കൺക്ലൂഷനും കൂടെ ചേർത്ത്, ഇപ്പം S ഗ്രേറ്റർ ദാൻ ജിയും S ഈക്വൽ ടു ജിയോ എന്നാണ് ചോദിച്ചത്. നമ്മൾ രണ്ടും കൂടെ നോക്കുക. അപ്പോൾ ഇതല്ലേ വരുന്നത്. സോ ഇത് ബോത്ത് കൺക്ലൂഷൻ മസ്റ്റ്, എന്നിട്ട് ഇത് നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ നോക്കുക. സോ ഇക്വേഷൻ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എയ്തർ ഓർ കേസ് ആണെന്ന്.